ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ മനസ്സ് തകർന്ന് നമ്മളുടെ അവർണിക റൂമിലേക്ക് കയറി പോവുക. അമ്മയും ശ്രീജയും അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. കാരണം മകൻ്റെ ഈ തോന്നിയ സ്വഭാവം കണ്ടിട്ടേ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അവർണിക റൂമിലേക്ക് ചെന്ന് കയറുമ്പോൾ ദേ അവിടെ ഇരുന്ന് കിച്ചുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. അപ്പോൾ പേരില്ലാത്ത ഒരു നമ്പറാണ്. ഈ നമ്പർ കണ്ടുകൊണ്ട് അവർണിക വന്ന് കോൾ എടുത്തിട്ട് കിച്ചു ബാത്റൂമിലാണോ എന്ന് നോക്കുകയും ചെയ്തു. അപ്പോൾ അവൻ അകത്ത് നിന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. അവർണിക ഇത് കണ്ടു, അവൾ ഫോൺ എടുക്കുമോ എന്നുള്ളൊരിതിൽ. ഈ സമയത്ത് ഇതേ ഫോണ് റിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇത് എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് അവർണിക ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും ഒരു പേപ്പറിൽ ഡയലോഗൊക്കെ എഴുതി ഭദ്രൻ ഇങ്ങനെ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുക. ഇതുപോലെ തന്നെ പറയണമെന്ന് പറഞ്ഞു. ഇത് നോക്കി നീ ഇതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ദേ തീർച്ചയായിട്ടും എടുക്കുന്നയാൾക്ക് സംശയം തോന്നണം എന്നൊക്കെ പറഞ്ഞ് ദേ നമ്മുടെ ഭദ്രൻ പെൺപിള്ളയ്ക്ക് ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അത് ഞാൻ ഏറ്റു എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് അവർണിക കോൾ എടുത്തു. കിച്ചു അകത്ത് നിന്ന് ഇതൊക്കെ കാണുക. അപ്പോൾ ഇവിടെ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് കാണിക്കാം. അപ്പം മിണ്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം നീ അങ്ങോട്ട് പറഞ്ഞോളാൻ പറഞ്ഞു ഭദ്രൻ. അപ്പോഴേക്കും ഇവിടെ ഹലോ എന്നും പറഞ്ഞങ്ങ് പറച്ചിൽ തുടങ്ങി. പെട്ടെന്ന് അവർണികയുടെ ഭാവമൊക്കെ മാറി. പെണ്ണ് എന്താ എടുക്കാനൊരു താമസം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കിച്ചു അകത്തു നിന്ന് ചിരിക്കുക കേട്ടോ, ഇവക്ക് പണി കിട്ടിയെന്നുള്ളൊരിതിൽ. അപ്പം എന്താ മിണ്ടാത്തേ? അതെ, അവളെങ്ങാനും അടുത്തുണ്ടോ നിന്റെ ഭാര്യ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും അവർണിക ഞെട്ടി. അവർണികയുടെ നെഞ്ച് കിടന്ന് ഇങ്ങനെ പടപെടാന്ന് ഇടിക്കുക. അതാണോ നീ എന്നോട് സംസാരിക്കാതിരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. പാവ അവർണിക തകർന്ന് നിൽക്കുവാണേ. അവനകത്ത് നിന്ന് ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓ, നിന്റെ അടുത്ത് നിന്ന് അവൾ ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഡയലോഗുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പം ഇതൊക്കെ കേട്ട് അവർണിക ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുകയാണല്ലോ. പറഞ്ഞു ഭയങ്കര സ്നേഹത്തോടെ പ്രണയമൊക്കെ നിറഞ്ഞ് തുളുമ്പുന്ന സംസാരങ്ങൾ ഇങ്ങനെ ഫോണിലൂടെ വഴിഞ്ഞൊഴുകി വന്നുകൊണ്ടേ ഇരിക്കുന്നു. അതെ, ഞാൻ രാത്രി വിളിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ അവർണികയുടെ നെഞ്ച് കിടന്ന് ഇടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും അവർണിക അവൻ്റെ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെ കലിപ്പ് കയറി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അവർണികയ്ക്ക് മനസ്സിലായി തൻ്റെ ജീവിതം തകർന്നു എന്നുള്ളത്. ഇവനാണെങ്കിൽ അകത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. ഇവനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, എൻ്റെ ഡാഡിയും കൂടി ഇങ്ങ് വരട്ടെ, എന്നിട്ട് വേണം ഇവനായിട്ടുള്ള ശിക്ഷ വിധിക്കാൻ എന്ന് അവർണിക മനസ്സുകൊണ്ട് പറയുന്നു. എന്തായാലും അവർണിക രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് പല കാര്യങ്ങളും അവർണിക ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടെ വിലാസിനി പറ ഭദ്രേട്ടാ, ഞാനിപ്പോൾ ആരെയാണ് വിളിച്ചത്? ഞാനിപ്പോൾ കലക്കിയത് ആരുടെ കുടുംബമാണെന്ന് ചോദിച്ചു. അതൊക്കെ നീ ഇപ്പം എന്തിനാ അറിയുന്നതെന്ന് ഭദ്രൻ. ഞാൻ നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചു, നീ അത് ഭംഗിയായിട്ട് അങ്ങ് ചെയ്തു തന്നു. ഒരു റേഡിയോ നാടകത്തിന് ശബ്ദം കൊടുത്തു എന്ന് നീ അങ്ങ് കൂട്ടിയാൽ മതിയെന്ന് ഭർത്താവ് ഭാര്യയോട്. നാടകമായിരുന്നോ? ഒരു ജീവിത നാടകമാണെന്നും പറഞ്ഞിട്ട് ഭദ്രൻ അവിടെ നിന്ന് അങ്ങ് പോണു. ദേ, നിങ്ങൾ പോയാലൊന്നും പറ്റത്തില്ല, എനിക്കറിയാനുള്ളത് അറിയണം. ഞാൻ ആരെയും ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിച്ചു. അല്ലെ എനിക്ക് തലവേദന എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് തലവേദന എടുത്തെന്ന് ഓർത്തിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ട് ഭദ്രൻ. അങ്ങനെ ഭർത്താവും ഭാര്യയും കൂടി വഴക്കുണ്ടാക്കുക. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ വിലാസിനെ അന്നേരം ഡോക്ടറെ കാണാനായിട്ട് പൈസ ചോദിച്ചു. പക്ഷെ ഭദ്രൻ കൊടുക്കുമല്ലെന്ന് പറഞ്ഞു. നിങ്ങളെന്താ പിച്ചച്ചട്ടിക്കായിട്ട് വരുന്ന തെണ്ടിയാണോ എന്നൊക്കെ ചോദിക്കാം. പിന്നെ ദേ മര്യാദയ്ക്ക് എന്നെ ഡോക്ടറെ കാണിച്ച് കണ്ണാടി വാങ്ങിച്ച് തന്നോണം, ഇല്ലെങ്കിൽ ദേ ഇപ്പം തന്നെ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ പേര് സഹിതം ഞാനങ്ങ് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു വിലാസിനി. അയ്യോ അത് വേണ്ട, നമുക്ക് ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞു ഡോക്ടറെ കാണാൻ പോകാൻ തുടങ്ങും. എൻ്റെ പൊന്നു വിലാസിനി, നീ എന്നെ ഇങ്ങനെ ആക്കല്ലേടി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി പറഞ്ഞ് അവസാനം വിലാസിനിയെ ഡോക്ടറെ കാണിക്കാമെന്ന് സമ്മതിച്ചു ഭർത്താവ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഗീതവും അതുപോലെ തന്നെ അജാസും കൂടി ഇങ്ങനെ പോകുക. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പോണ സമയത്ത് വണ്ടിയിലിരുന്ന് ഗോവിന്ദേട്ടനെതിരെ കളിച്ചത് മുഴുവൻ വരുണും അതുപോലെ അപർണികയുമാണെന്നുള്ള കാര്യം രാധിക മാം അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അജാസ് ഗീതുവിനോട് പറയണം. അപ്പോൾ അത് കേട്ട് ഗീതു ഇങ്ങനെ ഇരിക്കാം. തീർച്ചയായിട്ടും പ്രതികരണ നടപടികൾ ഉണ്ടാകും. മേഡം കട്ടയ്ക്ക് കൂടെ നിന്നില്ലെങ്കിലേ അവർക്ക് പണി കിട്ടും. നാം ആശ്രിതവത്സലയാണ്, അഭയം തേടുന്നവരെ നാം എന്നും സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറയണു. അപ്പോൾ ഇങ്ങനെ കമ്പനിക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോവാട്ടോ. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സംസാരിക്കുക അല്ലേ എന്ന്
അജാസ് ചോദിച്ചു. അപ്പോൾ അജാസിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു പെട്ടെന്ന് ഗീതു. അപ്പോൾ അത് കേട്ടപ്പോൾ അജാസിൻ്റെ ഭാവമൊക്കെ മാറി മുഖം വല്ലാണ്ടായി. എന്നിട്ട് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗീതുവിൻ്റെ മുഖം അങ്ങ് മാറി. ഗീതു ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുക. ഏതോ ഭിക്ഷക്കാരിക്ക് രാത്രിയുടെ മറവിൽ ലഹരി മൂത്ത ഏതോ ഒരു തെരുവുതണ്ടി കൊടുത്ത സമ്മാനമാണ് ഞാനെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഗീതു വല്ലാതെയായി. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം അജാസ് പറഞ്ഞു. യത്തീംഖാനയിലാണ് ഞാൻ വളർന്നത്. അജാസ് നാട്ടിൽ പോയിരിക്കുകയാണെന്നും ഉമ്മയെ കണ്ടിട്ട് വരുമെന്നൊക്കെ കണ്ണേട്ടൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. യത്തീംഖാനയിലുള്ളവരാ എൻ്റെ ഉമ്മയും ബാപ്പയും ബന്ധുക്കളും ഒക്കെ. അവരെ കാണാനാണ് ഞാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അജാസ് ഇങ്ങനെ സംസാരിക്കണം. പിന്നെ എനിക്ക് ബന്ധുക്കളുണ്ടെന്നൊക്കെ പറയുന്നത് വലിയ ഇഷ്ടമാണെന്നും അജാസ് പറഞ്ഞത് കേട്ടപ്പോൾ ഗീതുവിന് വിഷമായി. ഉമ്മയെ കണ്ടു വാപ്പയെ കണ്ടു എന്നൊക്കെ മറ്റുള്ളവരോട് പറയുമ്പോൾ ഞാൻ അവരുടെ ചിത്രം ഇങ്ങനെ വെറുതെ മനസ്സിലൊന്ന് സങ്കല്പിക്കും. അതൊരു രസമുള്ള കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പണ്ട് മുതലേ ആരെയെങ്കിലും സ്നേഹിക്കാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണെന്നും പറഞ്ഞു. എന്നെ ജോലിക്ക് നിർത്തുന്നവരെ ഞാൻ തിരിച്ചും വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പോകുമെന്നൊക്കെ പറയുമോ. അതുകൊണ്ടാട്ടോ മേഡത്തിൻ്റെ പല ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരാത്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ വിഷമിച്ചിരിക്കാം. എത്രയൊക്കെ മോശക്കാരനാണെങ്കിലും മേഡത്തിൻ്റെ അച്ഛനെ മേഡം സംരക്ഷിക്കുന്നില്ലേ? ഇനി ആരുടെയും ഭൂതകാലം ഒരിക്കലും ഞാൻ ചോദിക്കില്ലെന്ന് ഗീതു അന്നേരം പറഞ്ഞു. ഇങ്ങനൊരു ഫീലിങ്ങിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് സോറി എന്നൊക്കെ പറഞ്ഞു സോറിയൊക്കെ പറഞ്ഞു. ചോദിക്കാനും പറയാനും ആരും ഇല്ലാതെ, ബന്ധങ്ങളില്ലാതെ, അച്ഛനും അമ്മയില്ലാതെ കഴിയുന്നതിൻ്റെ വേദനയൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിപ്പോൾ മേഡത്തിനോട് ഇനി പറഞ്ഞതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. തമാശയ്ക്കാണെങ്കിലും പെങ്ങളാണെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മേഡത്തെക്കുറിച്ച് പറയുന്നില്ലേ. ഈ ഇക്ക എന്നൊക്കെ ആരെങ്കിലും വിളിക്കുന്നത് കേൾക്കാനേ എന്തോ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അന്ന് രാജാസു പറഞ്ഞു. പക്ഷേ ഇതുവരെ അങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം. എന്നിട്ട് ഗീതു ഇക്ക എന്ന് വിളിച്ചു. അങ്ങനെ ഈ ഗീതുവും അതുപോലെ അജാസും തിക്കു ഫ്രണ്ട്സായി കട്ട ചങ്കുകളായി മാറുന്നു. അങ്ങനെ അജാസിന് ഇക്ക എന്ന് ഇനി വിളിക്കുള്ളൂ ഗീതു പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓഫീസിലല്ലല്ലോ പോണത് എന്നിങ്ങനെ നമ്മുടെ ഗീതു ആ സമയത്ത് ചോദിച്ചപ്പം ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഒരിടത്ത് എത്തേണ്ട കാര്യമില്ലേ, അവിടെ പോകണ്ടേ എന്ന് ചോദിച്ചു. നേരാങ്ങള എല്ലാം മനസ്സിലാക്കി കാറ് തിരിച്ച സ്ഥിതിക്ക് അങ്ങോട്ട് തന്നെ പോട്ടെ എന്ന് പറഞ്ഞു ഗീതു. അങ്ങനെ അജാസ് ചിരിക്കുവാണ്. ശരി അങ്ങനെയെങ്കിൽ അങ്ങനെയെന്നും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോകുന്നു. അത് പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ വിജയലക്ഷ്മി മേഡത്തെ ലക്ഷ്യമാക്കിയാണ്. ഈ സമയം വിജയലക്ഷ്മി മേഡം വന്ന് വാതിൽ തുറക്കുമ്പോഴും ആ ഫ്രണ്ടിൽ നിൽക്കുന്നു രഞ്ജുവിനെ കണ്ടപ്പോഴേക്കും അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. മോള് വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അമ്മയുടെ കൈയൊക്കെ തട്ടി മാറ്റി തന്നെ അകത്തേക്ക് ചെന്ന് കയറുന്നു രഞ്ജു. മോളെ നീ അമ്മയുടെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നുവെന്ന് രഞ്ജുവിനോട് പറഞ്ഞപ്പം ഞാൻ നിങ്ങളുടെ സ്നേഹപ്രകടനം കാണാനോ അനുഭവിക്കാനോ വേണ്ടിയിട്ടൊന്നും വന്നതല്ല എന്ന് മകള് പറയാം. അതിനൊക്കെ ഇപ്പോൾ പുതിയൊരാൾ നിങ്ങൾക്കില്ലേ, ഗീതു, സ്വന്തം മോൻ്റെ ഭാര്യ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നോക്കുക മേഡം, ഞാനിപ്പോൾ അറക്കൽ കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. മേഡം ഒന്നും മിണ്ടുന്നില്ല. അവിടുത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി തന്നെ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ മോളിരിക്കുക ഞാൻ കുടിക്കാൻ എടുക്കാം, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഒരു സൽക്കാരവും എനിക്കിനി ആവശ്യമില്ലെന്ന്. എനിക്കത് സ്വീകരിക്കുന്നത് ഇഷ്ടമല്ല. ഈ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ ഇനി വാങ്ങി കുടിക്കില്ല എന്ന് മകൾ അമ്മയോട് കട്ടായം പറയുന്നു. നിങ്ങൾ എനിക്ക് പകരക്കാരിയായി സ്നേഹിച്ചു വളർത്തുന്ന അറക്കലെ മരുമകളില്ലേ ഗീതാഞ്ജലി, അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഇന്നലെ അവളെ ശരിക്കും ഞാൻ വട്ടം ചുറ്റിച്ചു. ഇനിയുള്ള ഓരോ ദിവസവും ഞാൻ അവളെ മാനസികമായി തളർത്തിക്കൊണ്ടേയിരിക്കും. ഉറക്കം നഷ്ടപ്പെട്ട് അവൾ നെഞ്ചു പൊട്ടിക്കരയും. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ മേഡം പേടിച്ച് നിൽക്കുക. ഗോവിന്ദേട്ടനും അവളും തമ്മിൽ ഒരു കോൺട്രാക്ട് മാരേജിൻ്റെ ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് എന്നെ ആക്ഷേപിച്ച് പറഞ്ഞപ്പോൾ അവളുടെ തകർച്ച പൂർണ്ണമായി. എന്തിനാ ശിവ നീ ഒരു ശത്രുവിനെ പോലെ അവളോട് പെരുമാറുന്നത് എന്ന് അമ്മ ചോദിച്ചു. നിങ്ങൾ സ്നേഹിക്കുന്നവരെല്ലാം എൻ്റെ ശത്രുക്കളാണെന്നും നിങ്ങളെ ആരൊക്കെ വെറുക്കുന്നോ അവരാണ് ഇപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെന്നുള്ള കാര്യമൊക്കെ മകള് പറയണു. ഇത് കേട്ട് നിൽക്കും അമ്മ. എൻ്റെ സ്വന്തം ഏട്ടനിൽ നിന്നും ഇത്രയും വർഷം എന്നെ അകറ്റി നിർത്തിയത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴും അമ്മ ഇങ്ങനെ ആകതായിട്ടിരിക്കുക. ഗീതുവിനെ വേദനിപ്പിക്കുന്നതാണോ അതിനുള്ള പ്രതികാരം? നിങ്ങളുടെ ദത്തുപുത്രിയല്ലേ, അവളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങളും വേദനിക്കുമെന്ന് രഞ്ജു പറയണം. അവളിൽ ഉണ്ടാകുന്ന ഓരോ മുറിവും
നിങ്ങളെ ആഴത്തിൽ മുറിവേൽപ്പിച്ച് ചോര ഒഴുകും, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു. അപ്പോൾ നോക്ക്, എൻ്റെ മരണമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ അങ്ങ് കൊല്ല്, വെറുതെ അവളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീ പറ, ഞാൻ ഇനി ജീവിച്ചിരിക്കേണ്ടെന്ന് നീ പറ. അങ്ങനെയാണേൽ നിന്റെ കൺമുന്നിൽ തന്നെ ഞാൻ സ്വയം മരിച്ചേക്കാവെന്ന് അമ്മ പറയണു. മകളിതൊക്കെ കിട്ടി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അമ്മ വിഷമിച്ച് നിൽക്കുമ്പോൾ ആത്മാർത്ഥമായി സ്നേഹിച്ച എൻ്റെയും ധ്യാനിൻ്റെയും വിവാഹം മുടക്കി അവനെ നാട് കടത്തിയപ്പോൾ നിങ്ങൾ എന്നെ കൊന്നതാണെന്ന് മകൾ അമ്മയോട് പറയുന്നു. ശവം ചലിക്കില്ലെന്നറിയാം, പക്ഷേ നിങ്ങളോടുള്ള പക കൊണ്ട് മാത്രം ഡെഡ് ബോഡിയായ ഞാൻ ചലിക്കുന്നത്. നിങ്ങളെ ഞാൻ നശിപ്പിക്കും. അപ്പോൾ ഞാൻ ഇനി എന്താ മോളെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഗീതുവിൻ്റെ ദുരാവസ്ഥ കാണാൻ നിങ്ങൾ ജീവനോടെ ഉണ്ടാവണം. ഞാൻ അറക്കൽ ആട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗോവിന്ദേട്ടനും ഗീതുവും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്നുള്ള കാര്യം പറയുവാണ് മകള്. അല്ലെങ്കിൽ അവൾ നിങ്ങളെ തള്ളിപ്പറയണം, എങ്കിൽ മാത്രമേ വെറുക്കണം, എങ്കിൽ മാത്രമേ ഞാൻ അവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയുള്ളൂ. ഇതൊക്കെ കേട്ട് ആ അമ്മ തെഞ്ചു പൊട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നീ പോ, അവളിപ്പോൾ വരും, നീ പൊക്കോളാൻ പറഞ്ഞു. അവൾ വരട്ടെ, അവളെല്ലാം അറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നു. അപ്പോഴേക്കും ഗീതുവും അതുപോലെ തന്നെ അജാസും ഇവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണ് എന്നും പറഞ്ഞ് അജാസ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും മേഡം ഓടി ഇറങ്ങി വന്ന് വാതിലടയ്ക്കോ ഗീതുവിനെ കാണാനായിട്ട്. അപ്പോൾ ഗീതു ഒന്ന് നിൽക്കുമ്പോൾ നീ അപ്പോൾ വന്നെന്ന് ചോദിച്ചു. വന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് ഗീതു അകത്തേക്ക് കയറുമ്പോഴേക്കും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകില്ല. അപ്പോൾ സത്യം പറയാലോ, ഞാൻ നിന്നെ കണ്ടേ ഇല്ലെന്ന് മേഡം. അമ്മയുടെ കണ്ണട മാറ്റാനുള്ള സമയമായിരുന്നു ഗീതു. അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് പോവുക, ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞപ്പോൾ ഈ സമയത്തിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് മകൾ ചോദിച്ചു. അപ്പോൾ അമ്മയുടെ വിശ്വാസങ്ങളൊക്കെ മാറിയോ? എന്താ നീ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? സാധാരണ അമ്മ രാഹുകാലം കഴിയാതെ പുറത്തിറങ്ങാറില്ലല്ലോ, പിന്നെ ഇന്നിപ്പോൾ എന്ത് പറ്റി? ഇപ്പം രാഹുകാലമാണെന്ന് പറഞ്ഞു. അയ്യോ, നിനക്ക് ചിലപ്പോൾ തെറ്റ് പറ്റിയതായിരിക്കുമെന്ന് മേഡം പറഞ്ഞപ്പോൾ, ഇല്ല എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല, അമ്മയ്ക്ക് തെറ്റ് പറ്റിയതെന്ന് പറഞ്ഞു നമ്മുടെ ഗീതു. അങ്ങനെ ഇവർ തമ്മിൽ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മുടെ ഗീതു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവളെ കാണുമല്ലോ എന്നുള്ള ടെൻഷനിലാണ് മേഡം. അപ്പോഴേക്കും ഗീതു ഒന്ന് അമ്മ പോയിട്ടോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഗീതു ഡോറ് തുറന്ന് കയറാൻ തുടങ്ങിയപ്പോൾ, അയ്യോ നീ അകത്തേക്ക് കയറണ്ട, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അമ്മയ്ക്കിത് എന്താ പറ്റിയേ? അമ്മയുടെ സിസ്റ്റങ്ങൾ മൊത്തത്തിൽ മാറുവാണല്ലോ, എന്താ പറ്റിയേ? എനിക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ രാഹുകാലം കഴിഞ്ഞു. ആര് പറഞ്ഞു അകത്ത് ചൂടാണെന്നും? പഴമയുടെ ഒരു തണുപ്പ് എപ്പോഴും വീട്ടിലുണ്ട്, അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വരുന്നതെന്നൊക്കെ ഇങ്ങനെ ഗീതു അന്നേരം ചോദിക്കും കേട്ടോ. മേഡം ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നു. ഗീതു ആണെങ്കിൽ മുറിയിലേക്ക് ചെന്ന് കയറുമ്പോൾ മേഡത്തിൻ്റെ നെഞ്ച് പടപടാന്ന് കിടന്ന് ഇടിക്കുക. അങ്ങനെ അകത്ത് കയറി ചെന്നപ്പോഴും ആ രഞ്ജു എവിടെയെങ്ങാനും ഉണ്ടോ എന്ന് 4 പാട് നോക്കിക്കൊണ്ടാണ് മേഡം നിൽക്കുന്നത്. അപ്പോൾ മേഡത്തിൻ്റെ മുന്നിൽ നിന്ന് ഗീതു തൻ്റെ മനസ്സ് തുറക്കും. ഞാനും കണ്ണേട്ടനും തമ്മിലുള്ളത് വെറും കോൺട്രാക്ട് റിലേഷൻ അല്ലേ, അതിനെ വിവാഹം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അധിക്ഷേപിച്ച് രഞ്ജു ഇന്നലെ എന്നെ തളർത്താൻ ഒരു ശ്രമം നടത്തിയെന്നുള്ള കാര്യം ഗീതു പറയുക. അപ്പോഴേക്കും അമ്മയുടെ ചങ്ക് കിടന്ന് പിടയ്ക്കാം. അപ്പോൾ ഇവൾ അകത്ത് നിൽക്കുന്നത് ഗീതു കാണുന്നില്ല. അപ്പം ഗീതു പറയുന്നതൊക്കെ രഞ്ജു അകത്തു നിന്ന് കേൾക്കുക. അപ്പം ഇപ്പം ഞാൻ ആരാണെന്ന് ഗീതു അറിയുന്നതാണ് നല്ലത്. അവൾക്ക് കൊടുക്കാവുന്ന പരമാവധി പണി കൊടുത്തിട്ട് സത്യം അറിയിച്ചാൽ മതി, അപ്പം പറയണ്ടെന്നൊക്കെ. ഇതൊക്കെ അവളോട് കണ്ണേട്ടൻ തന്നെ പറഞ്ഞതാ, അല്ലാതെ വേറെ ആര് പറയാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഗീതു. ഇവളകത്തു നിന്നതെല്ലാം കേൾക്കുക കേട്ടോ. അതിൻ്റെ പേരിൽ ഞാൻ കണ്ണേട്ടനോട് ദേഷ്യപ്പെടുകയും ചെയ്തു എന്നും പറഞ്ഞു. അതൊക്കെ കേൾക്കുന്ന വെള്ളയെക്കുറിച്ച് ഓർക്കുമ്പോൾ ടെൻഷനാണ്. പ്രിയയും അതുപോലെ വിനോദും തമ്മിലുള്ള വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് അങ്ങനെ ഒരു വിവാഹത്തിന് കഥകൾ മുഴുവൻ ഗീതു അവിടെ നിന്ന് വിളിച്ചു പറയുന്നു. അപ്പോൾ രഞ്ജു അവിടെ നിൽക്കുന്നത് മേഡം കണ്ടു. മേഡത്തിൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി. ഗീതു കഥകളെല്ലാം നിന്ന് വിളമ്പാനും തുടങ്ങി. അങ്ങനെ ഒരു എന്താ പറയുന്നത്, ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് ഇന്നത്തെ കഥ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.